ഹലോ എവരിവൺ, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ മിനി പ്രോജക്റ്റാണ്. എൻ്റെ പേര് അബിൻ ഷാജി. ഞാൻ ആർക്കിടെക്ചർ S4 സ്റ്റുഡൻ്റാണ്. അപ്പം ഇത് KMBRൻ്റെ റൂൾസ് ആണ്, ഒരു ബിൽഡിംഗ് വയ്ക്കാനുള്ള റൂൾസ് ആണിത്. ഇത് മെറ്റീരിയൽസ് റിക്വയർഡ്, അതായത് ഒരു ബിൽഡിംഗ് വയ്ക്കാനുള്ള അതിൻ്റെ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഇതിനകത്ത് പറയുന്നത്. അടുത്ത ഇത് എൻ്റെ ബിൽഡിങ്ങിൻ്റെ 4 BHK ട്രഡീഷണൽ ബിൽഡിംഗ് ആണ്. എനിക്ക് തന്ന ടോപ്പിക്ക് 4 BHK, അതായത് ട്രഡീഷണൽ ബിൽഡിംഗ് ആണ്. ഇത് എൻ്റെ വർക്കിംഗ് ഡ്രോയിങ് ആണ്, പ്ലാൻ എലിവേഷൻ സെക്ഷന്. ഇത് കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ്, അതെങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുള്ള മൂന്നാമത്തെ വ്യൂവിലാണ് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. ഇത് എക്സ്റ്റീരിയർ വ്യൂ, എൻ്റെ ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ ഇതേ കണക്കാണ് ഇരിക്കുന്നത്. ഇത് അതിൻ്റെ ഇൻറ്റീരിയർ വ്യൂ ആയിട്ട് എടുത്തേക്കുന്നത് ഞാൻ ലിവിംഗ് റൂമാണ്. അതിനകത്ത് തന്നെ പേജ് ഒരു ഗാർഡൻ പോലെ കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ബിൽഡിങ്ങിൻ്റെ, അതായത് കൺസെപ്റ്റിൻ്റെ മെയിൻ സ്ട്രക്ചർ ഞാൻ മോഡൽ മേക്കിങ്ങിൽ ഉണ്ടാക്കിയപ്പം അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതതിൻ്റെ ടോപ്പ് വ്യൂവിൽ നിന്ന് ഉള്ളൊരു 2 പോയിൻ്റ് വ്യൂ ആണ് ഞാനിത് കാണിച്ചിരിക്കുന്നത് ഇവിടെ. ഇത് ബാക്കിലെ പരാബോളയാണ്. പരാബോള പോലെ ചെയ്തിട്ട് ഒരു ബിൽഡിങ് മറ്റുള്ളവർക്ക് അട്രാക്റ്റ് ആവാൻ വേണ്ടിയുള്ളൊരു രീതിയിൽ ചെയ്തതാണ്. ഇതതിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിലെ ടോപ്പ് ലിവിങ്ങും ഒരു ബാൽക്കണി പോലെ ചെയ്തിട്ട് താഴെ ഒരു ബെഡ്റൂമുമാണ് ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് വരുമ്പം റൈറ്റ് സൈഡിൽ കാർ പോർച്ച്, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു റൂം, മേലിൽ കാണുന്ന റൂം, റൈറ്റ് സൈഡിൽ കാണുന്ന റൂമാണ്. ചെറിയൊരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ സൈഡ് വ്യൂ ആണ്. അത് ഞാൻ ഗ്ലാസ് സ്ട്രക്ചർ പോലെ ആ സൈഡ് ചെയ്തേക്കുന്നത്. ബാക്കിൽ കാണുന്ന താഴത്തെ നിലയിലെയും മേലത്തെ നിലയിലെയും ഓരോ ബെഡ്റൂം വെച്ചാണ് കാണുന്നത്. ഇത് കാർ പോർച്ച്, ലിവിംഗ് റൂമ്, മേലത്തെ ബാൽക്കണി, ബെഡ്റൂമ്, മേലത്തെ താഴത്തെ പേഷ്യു, കിച്ചണ് എല്ലാം കൂടെ ചേർത്തുള്ള ഒരു 2 പോയിന്റ് വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. മേല് പേഷ്യു സെറ്റ് ചെയ്തിട്ടുണ്ട്. മേലിലും താഴെയും നമ്മുടെ എല്ലാ ട്രഡീഷണൽ ബിൽഡിങ്ങിനും 4 കെട്ട് കാണും വീടിനകത്ത്. അതേപോലെ ചെയ്തേക്കുവാണ്. ഇത് എൻ്റെ വീടിനകത്തും ഒരു 4 കെട്ടിൻ്റെ സ്ട്രക്ചർ ഉണ്ട്. അത് ഗ്ലാസ്സിൽ നിന്ന് കൊടുത്തേക്കുകയാണ്. ഇന്നർ കോർട്ടിയായിട്ട് സെറ്റ് ചെയ്തേക്കുവാണ് അത്. ഇത് മേലിൽ നിന്നുള്ളൊരു വ്യൂ ആണ്, ടോപ്പ് വ്യൂ ആണ് എല്ലാം കൂടെ ചേർത്തുള്ളത്. വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് കയറി പോകുന്നൊരു വ്യൂ ആണിത്. ഇത് ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത്. ലെഫ്റ്റ് സൈഡ് കാണുന്ന 2 ബെഡ്റൂമാണ്. ഒരു സൈഡ് റൂഫും ഒരു സൈഡ് സ്ലോപ്പും ആണ്. എൻ്റെ ബാക്കിൽ പരാബോള സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അട്രാക്ഷന് വേണ്ടി മാത്രമാണ് അത് അങ്ങനെ ചെയ്തേക്കുന്നത്. അത് താഴെ കാണുന്ന കിച്ചൺ ആണ്. ബാക്ക് സൈഡിൽ ഞാൻ ചെയ്തേക്കുന്ന ആ ഗ്ലാസ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ അതൊരു അട്രാക്ഷന് വേണ്ടി മാത്രം ചെയ്തേക്കുന്നത്. അതായത് അത് സംഭവം എന്താണെന്ന് വെച്ചാൽ താഴെ ഡൈനിങ്ങും സ്റ്റെയറും എല്ലാം കൂടെ വരുന്ന ഒരു സൈഡാണ് അത്. ഡൈനിങ്ങും സ്റ്റെയറും കൂടെ വരുന്നുണ്ട്. അതൊരു ഷോയ്ക്ക് വേണ്ടി, ഡൈനിങ് ആകുമ്പോൾ നമുക്ക് വെട്ടവും വെളിച്ചവും എല്ലാം വേണ്ടി, അതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് സ്ട്രക്ചറും താഴെ വരെ കൊടുത്തേക്കുവാണ്. താഴെ കാണുന്ന ബെഡ്റൂമും അതിനോട് ചേർന്ന് ഡ്രസ്സിംഗ് റൂമും ടോയ്ലറ്റും ആണ് കൊടുത്തേക്കുന്നത്. മേളിൽ കാണുന്ന ലിവിംഗ് റൂമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ. ഞാൻ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത ഇങ്ങനെയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 4 കെട്ട് പോലുള്ള എല്ലാ സംവിധാനങ്ങളും ചേർത്താണ് ഞാൻ ഈ വീട് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അപ്പം ബാക്കി മേളിലെല്ലാം റൂഫാണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് ഫുൾ സ്ലോപ്പും ഒരു സൈഡ് റൂഫിങ്ങും പോലുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയാണ് എൻ്റെ വീടിൻ്റെ സ്ട്രക്ചർ. താങ്ക് യു.